ശബരിമലയിൽ നിന്ന് വിഗ്രഹം കടത്തിയെന്ന ആരോപണത്തിൽ ഡി മണിയുടെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ചോദ്യം ചെയ്യൽ 10 മണിക്കൂർ നീണ്ടു. മണിയുടെ സുഹൃത്ത് ബാലമുരുകന്റെയും കൂട്ടാളി ശ്രീകൃഷ്ണന്റെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായി. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. സിജോ വി ജോൺ വാർത്തയുടെ വിവരങ്ങൾ നൽകാനുണ്ട്. സിജോ, 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. എന്തെങ്കിലും നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചോ? വിവരങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നതേ ഉള്ളൂ. എന്തായാലും പ്രാഥമികഘട്ടമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. 10 മണിക്കൂർ ചോദ്യം ചെയ്യൽ നീണ്ടു നിൽക്കുകയും ചെയ്തു. അവർ നേരത്തെ നൽകിയിരുന്ന മൊഴി ആവർത്തിക്കുകയാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ വിഗ്രഹഘട്ടത്തിൽ പങ്കില്ല എന്നുള്ളൊരു കാര്യം മണി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ബോധപൂർവം ഇത്തരത്തിൽ പേര് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള ഒരു ഇടപാടിലും താൻ പങ്കെടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യം അന്വേഷണ സംഘത്തിന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മണിയുടെയും അതോടൊപ്പം തന്നെ ബാലമുരുകന്റെയും അതോടൊപ്പം ഇവരുടെ സുഹൃത്ത് ശ്രീകൃഷ്ണന്റെയും ഒക്കെ മൊഴി അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇത് പരിശോധിച്ചതിന് ശേഷം ഇനി ഇവർക്കെതിരെ മൊഴി നൽകിയ വ്യവസായിയുമായി വീണ്ടും സംസാരിക്കും. അതിനുശേഷം ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇന്നിപ്പോൾ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിനുശേഷം ഒരുപക്ഷെ ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ദിണ്ടിഗലിൽ വെച്ച് ഇവർ 2 ദിവസമായി ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ കൂടുതൽ വിവരങ്ങൾ അന്ന് അവർ വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല. അതിന്റെ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തേക്ക് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത്. അതിനുശേഷമാണ് തുടർ ചോദ്യം ചെയ്യൽ നടക്കുകയും ചെയ്തിരിക്കുന്നത്. സിജോ വി ജോണാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.